സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഒരു വാക്കു കേൾക്കുമ്പോൾ ചില ചാനൽ ജീവികൾ സൗണ്ട് ആക്ടിവേറ്റഡ് റോബോട്ടുകളായി മാറുന്നു. മതവാദികളുടെ AI പോരാളികളാകുന്നു. ആ വാക്കാണ് ലവ് ജിഹാദ്. അതുപയോഗിച്ച് അട്ടിമറികൾ നടത്തുവാനുള്ള മതാധിപത്യവാദികളുടെ തന്ത്രം പൊളിഞ്ഞു. അവർക്ക് വേണ്ടി ചാനലുകൾ നടത്തിയ പണികളും പാഴായി. ലവ് ജിഹാദിനെ കുറിച്ച് തുറന്നു പറഞ്ഞ PC ജോർജിനെ മതസ്പർദ്ധ ആരോപിച്ച് ഒറ്റപ്പെടുത്തി തകർക്കുക, ക്രൈസ്തവരെ ഒതുക്കുക, ഇതായിരുന്നു കൂട്ടുകെട്ടിന്റെ ഉദ്ദേശം. ജോർജ് അവരെ ഭയപ്പെടുന്നില്ല. അവർ പ്രതീക്ഷിച്ചതുപോലെ ജോർജിനെ ക്രൈസ്തവ സമൂഹം ഒറ്റപ്പെടുത്തിയുമില്ല. അദ്ദേഹം പറഞ്ഞതിനെ KCBCയും ക്രൈസ്തവ സമൂഹവും ശരിവെക്കുകയും ചെയ്തു. ക്രൈസ്തവ സമൂഹവും മതവാദികളെ ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് KCBCയുടെ നിലപാട് കൊണ്ടെങ്കിലും മനസ്സിലാകട്ടെ. ജിഹാദിനെ സംബന്ധിച്ചായാലും നാർക്കോട്ടിക് ലഹരിയെ സംബന്ധിച്ചായാലും പറയുന്ന കാര്യങ്ങളിൽ സഭാ സമൂഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ജോർജിന്റെ പ്രസംഗത്തെ കടന്നാക്രമിച്ചവർ ജോർജിനെ തള്ളിപ്പറയിച്ച് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനോട് കണക്ക് തീർക്കുവാനും ലക്ഷ്യമിട്ടിരിക്കാം. KCBCയുടെ നിലപാട് യഥാർത്ഥത്തിൽ ആ കുടില ബുദ്ധിയെയാണ് തോൽപ്പിച്ചത്. പകയ്ക്ക് തക്കവിധം കല്ലറങ്ങാട്ട് പിതാവ് പ്രകോപനമൊന്നും സൃഷ്ടിച്ചിരുന്നില്ല. ഒരു വേദിയിലും പ്രകമ്പനമുണ്ടാക്കിയില്ല. മൈക്കിലൂടെ ദിഗന്ധങ്ങളോട് ഘോരഘോരം ഒന്നും പറഞ്ഞില്ല. വളരെ ശാന്തവും നിയന്ത്രിതവുമായി ഇടവ സമൂഹത്തിനെ ലവ് ജിഹാദിന്റെയും നാർക്കോ ജിഹാദിന്റെയും അപകട മുന്നറിയിപ്പ് നൽകി. അത്രമാത്രം. ആരോ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടിരുന്നില്ലെങ്കിൽ അന്തരീക്ഷത്തിൽ അലിഞ്ഞു തീരുമായിരുന്ന കുറഞ്ഞ ഡെസിബലിലുള്ള ആ വാക്കുകൾ പോലും ചിലരെയൊക്കെ നടുക്കി, കഠിനമായി അസ്വസ്ഥരാക്കി. കാരണം ആരുടെയൊക്കെയോ വിഷവൃക്ഷത്തിന്റെ വേരിൽ ചെന്ന് തറയ്ക്കാൻ മാത്രം സത്യത്തിന്റെ വൈര്യവും മൂർച്ചയും ആ വാക്കുകൾക്കുണ്ടായിരുന്നു. അന്ന് പിതാവ് പറഞ്ഞ കാര്യങ്ങൾ രണ്ടും ശരിയെന്ന് കേരള സമൂഹം ആകെ ഏറ്റുപറയുന്ന സാഹചര്യം എത്തിയപ്പോൾ പകയ്ക്ക് കനം കൂടുന്നതിൽ അത്ഭുതമില്ല. അതേ പകയുടെ പ്രവൃത്തിയായിരുന്നു പരാജയപ്പെട്ട ശിവലിംഗ വിവാദം. വിവാദ നിർമ്മാണം കൊണ്ടും അരിശം തീരാതെ മണ്ടി നടക്കുമ്പോഴാണ് PC ജോർജിന്റെ മീനച്ചിൽ താലൂക്ക് ലവ് ജിഹാദ് പ്രസംഗം കരതലാമലകമായി അവർക്ക് തോന്നിയത്. ഒരു കേസിന്റെ പിന്നാലെ വന്ന് വീണ്ടും വിവാദ പ്രസ്താവന. മതസ്പർദ്ധ പറയുന്ന ജോർജ് എന്ന ഇരുണ്ട ചിത്രം വ്യാപകമായി സൃഷ്ടിച്ചെടുക്കുവാൻ കൈവന്ന അവസരം. അവർ സ്വപ്നം കണ്ടു. ജോർജിന്റെ രാത്രി ഉടനെത്തും, സർവത്ര അനഭിമതനാകും, അങ്ങനെ ശല്യം തീരും, അല്ലെങ്കിൽ തീർക്കും. അതോടെ ജോർജിനെ തള്ളിപ്പറയാൻ ക്രൈസ്തവ സമൂഹവും നിർബന്ധിതരാകും. അത് പറയുന്ന നിമിഷം ആരും ഓർക്കാതെ പാലാപിതാവും തള്ളിപ്പറയപ്പെടും. അദ്ദേഹമാണല്ലോ ലവ് ജിഹാദികൾക്ക് നടുക്കമുണ്ടാക്കിയ ക്രൈസ്തവ ഭീകരൻ. ഇതിനേക്കാൾ നന്നായി എങ്ങനെ പക വീട്ടാൻ? പക്ഷെ ഈ കുതന്ത്രം തിരിച്ചറിയാതെ 2 വർഷം മുമ്പേ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ സത്യത്തെ ക്രൈസ്തവർ തള്ളിപ്പറയുമെന്ന് അവർ കരുതിയോ? പ്രത്യേകിച്ച് മതബദ്ധമായ വഞ്ചക പ്രണയവും നാർക്കോട്ടിക് ഭീകരതയും കൺമുമ്പിലുള്ളപ്പോൾ. കെണി അറിയാതെ ജോർജിനെ തള്ളി ക്രൈസ്തവർ സെൽഫ് ഗോൾ പായിക്കുമെന്ന് ശരിക്കും പ്രതീക്ഷിച്ചോ? സഭാ നേതൃത്വം സ്വരൂപിച്ച കൃത്യമായ വിവരങ്ങൾ ഒറ്റയടിക്ക് നിഷേധിക്കുന്ന ഭോഷന്മാരാണ് ക്രൈസ്തവ സമൂഹമെന്ന് നനച്ചോ? അവർ നടത്തിയ വേഷം കെട്ടുകൊണ്ടൊന്നും മതബദ്ധമായ കുടിലത മറച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് അവരങ്ങോട്ട് ഓർമ്മിപ്പിക്കാം. ജോർജിനെ ലക്ഷ്യം വെച്ചവർ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ക്രൈസ്തവ നേതൃത്വം ജോർജിനെ പ്രകടമായി ശരിവെക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത് അക്കൂട്ട തന്നെയാണ്. ലവ് ജിഹാദ് ഉണ്ടെന്ന് മാത്രമല്ല, ജോർജ് പറഞ്ഞതിലും കൂടുതലാണ് ശരിയായ എണ്ണമെന്നും കൂടി പറയുന്ന പലരും രംഗത്ത് വന്നു. മതവാദികളുടെ മാറ്റൊലി ചാനലുകളും അവതാരകരും ഇത്രയും പ്രതീക്ഷിച്ചിരിക്കില്ല. എന്തൊക്കെയായിരുന്നു അവരുടെ കണ്ടക്ഷോഭവും പ്രകടനവും?
ലവ് ജിഹാദിന് തെളിവ് വേണം പോലും. PC ജോർജും കെവിൻ പീറ്ററും ഒക്കെ ആ തെളിവുകൾ ചാനലിൽ ഒരു അവതാരയ്ക്ക് മുമ്പിൽ സമർപ്പിക്കണമത്രേ. ലവ് ജിഹാദ് എന്ന ദുരന്തം നേരിട്ടനുഭവിച്ച കെവിൻ പീറ്ററെയും അനേകം സംഭവങ്ങൾ നേരിട്ടറിഞ്ഞ PC ജോർജിനെയും വെല്ലുവിളിച്ച ചാനൽ അവതാരകരുടെ, പ്രത്യേകിച്ച് ഒരു അവതാരകയുടെ അറിവ് കുറവ് ക്ഷമിക്കാം. പക്ഷേ യഥാർത്ഥ മതവാദികളുടെ മാറ്റൊലികളായി മാറിയ അവരുടെ ഭോഷത്വം അംഗീകരിക്കേണ്ട കാര്യമില്ല. കാസയെയും PC-യെയും ബിംബങ്ങളാക്കി ഉടച്ചാൽ തങ്ങൾക്ക് പിന്നിലുള്ളവരുടെ മോഹം പോലെ ക്രൈസ്തവരെ ഒതുക്കാമെന്നാകാം അവർ ചിന്തിച്ചത്. മതസ്പർദ്ധ ആരോപിക്കുന്ന പലർക്കും ഗൂഢലക്ഷ്യമുണ്ട്. എതിർപ്പിന്റെ സ്വരം അമർച്ച ചെയ്ത് മതബദ്ധമായ പ്രണയനാടക നാർക്കോട്ടിക് ലക്ഷ്യമടക്കം കാര്യങ്ങൾ തടസ്സമില്ലാതെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയണം. ലവ് ജിഹാദ് എന്ന പ്രയോഗം കൃത്യമായി ഒരു മതത്തിലേക്ക് സൂചന നൽകുന്നു എന്നതുകൊണ്ടാണ് മതസ്പർദ്ധ ആരോപിക്കുന്നതെങ്കിൽ അതിന് ഉത്തരവാദികൾ വാക്കിന്റെ ഉടമകളാണ്. അതിന്റെ ഇരകളും ആവലാതിക്കാരുമല്ല. ജിഹാദ് എന്തെന്നതും അതിനുവേണ്ടി അടവു നയം പോലെ എന്തെല്ലാം അവലംബിക്കാം എന്നതും ഇപ്പോൾ മതക്കാരല്ലാത്തവരും അറിയുന്ന മതരഹസ്യം. ആ പ്രമാണം പോലെ പ്രണയവും പ്രണയനാട്യവും മതലക്ഷ്യത്തിനെ മാർഗമാക്കിയാൽ ജിഹാദ് അതിനോടൊപ്പം ചേർത്തു വിളിക്കപ്പെടും. അക്കാര്യത്തിൽ സംശയം വേണ്ട. അത് അപമാനം എന്ന് തോന്നുന്നവർ ആദ്യം സ്വന്തം പക്ഷത്തെ പ്രവണതയെ തള്ളിപ്പറയണം. മതബദ്ധമായ ലക്ഷ്യമോ അത്തരം ലക്ഷ്യങ്ങളുള്ളവരുടെ പ്രേരണയോ നിമിത്തം മറ്റു സമുദായങ്ങളിലെ പെൺകുട്ടികളെ വശീകരിച്ച് കുടുക്കിലാക്കുന്നതിനെ സ്വാഭാവിക പ്രണയം എന്ന് വിളിച്ച് ന്യായീകരിക്കാതെ തുറന്നു പഴിക്കണം. പെൺമക്കളുടെ ജീവിതം കുടുക്കിലാകുന്നതോർത്ത് എരിയുന്ന മാതാപിതാക്കളുടെയും ബന്ധു സമൂഹങ്ങളുടെയും ആവലാതി മനോവിശാലതയോടെ കേൾക്കണം. മതത്തിൽപ്പെട്ടവർ എന്തു തെറ്റ് ചെയ്താലും സമൂഹത്തിൽ അവരെ പിന്തുണയ്ക്കണമെന്ന നീചപാഠം ഉപേക്ഷിക്കണം. അത് ചെയ്യാതെ ഒരു മതവാദിയും വിലപിച്ചിട്ട് കാര്യമില്ല. കുടിലതകളിൽ പെൺമക്കൾ വീണു പോകുമ്പോൾ 18 തികഞ്ഞവരുടെ അവകാശം എന്ന് പറഞ്ഞ് നിഷ്ക്രിയമായി ആശ്വസിച്ചിരിക്കുവാൻ ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കൾക്ക് കഴിയില്ല. അതിനായി ചാനൽ കോലാഹലക്കാർ അവർക്ക് ക്ലാസ് എടുക്കേണ്ട. പോലീസിന്റെയോ പാർലമെന്റിന്റെയോ കോടതികളുടെയോ രേഖകളിൽ ലവ് ജിഹാദ് എന്നൊരു തീർപ്പില്ല എന്ന ന്യായം ചാനൽ അവതാരകർ ഇനിയും ആവർത്തിച്ചു വിളമ്പി കഷ്ടപ്പെടരുത്. അതിന്റെ ഉറയും പുളിയും കിട്ടു എന്ന് സഹതാപത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. പെൺമക്കളെ ചൊല്ലി ഉള്ളുവേവുന്നവരുടെ ആൽഗരിതമല്ല രക്തവും മജ്ജയും മാംസവും ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ ആൽഗരിതമെന്ന് ചാനൽ ജീവികൾ ആദ്യം പഠിക്കുക. നീതിപാലകരെന്ന വ്യക്തികളുടെ ആൽഗരിതവും അല്ലാതെ ബാരോമീറ്റർ കൊണ്ട് ചൂടളക്കാൻ ഷടിക്കുന്ന ബോഷത്തോടെ തർക്കത്തിന് മുതിരരുത്. അല്ലെങ്കിൽ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് മുമ്പ് എന്നോ കോടതി പറഞ്ഞാൽ അത് ലോകാവസാനത്തോളം സാധുവായ തീർപ്പാകുന്നത് എങ്ങനെ? ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദുഷ്ടത പുതുതായി സംഭവിക്കുന്നുണ്ടാകാം. വെല്ലുവിളിക്കുന്നവരെ എല്ലാം ഒരു കാര്യം ധരിപ്പിക്കട്ടെ. പെൺകുട്ടികളുടെ മാനത്തെയും കുടുംബങ്ങളെയും ഓർത്ത് പോലീസിലും കോടതിയിലും പരാതി നൽകിയില്ലെങ്കിലും ഈ സങ്കടക്കണക്ക് വിവിധ തലങ്ങളിലൂടെ തിരുസഭയുടെ പക്കലുണ്ട്. യഥാർത്ഥ കണക്ക് അതിനേക്കാൾ കൂടിയേക്കാം എന്നല്ലാതെ ഒട്ടും കുറയില്ല. അമൂർത്ത വസ്തുതകൾക്ക് തെളിവ് വേണമെന്ന് ആജ്ഞാപിക്കുന്നവർ PC ജോർജ് പറഞ്ഞതിനെ മതസ്പർദ്ധയാക്കിയാൽ പിന്നെ ആരും ആ വഴിക്ക് വരില്ല എന്ന് കരുതുന്നത് പഴയ ബുദ്ധിയാണെന്നോർക്കുക. ലവ് ജിഹാദ് എന്ന് കേട്ടാലുടൻ യൂത്ത് ലീഗ് എന്തിന് ചാടി വീഴണം? കേരളത്തിലെ 90 ലക്ഷത്തിൽ പരം വരുന്ന സമുദായ അംഗങ്ങളിൽ ആരും, യുവാക്കൾ ആരും മതം മുൻനിർത്തി പ്രണയച്ചതി നടത്തുന്നില്ല എന്ന് എല്ലാവരെയും ചേർത്ത് സാക്ഷ്യപ്പെടുത്താനുള്ള സർവജ്ഞാനം യൂത്ത് ലീഗിനുണ്ടോ? ലീഗ് നേതാക്കൾക്കുണ്ടോ? ഏതെങ്കിലും സമുദായ പ്രമുഖർക്കുണ്ടോ? സ്വന്തം മതത്തോടുള്ള പ്രണയം കൊണ്ട്
ഇല്ലാത്ത സർവജ്ഞത ഭാവിച്ച് ആവലാതിക്കാരായ ക്രൈസ്തവരെ ഭയപ്പെടുത്തുവാൻ തുനിയേണ്ട എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. അന്തരിച്ച CPM നേതാവ് MM ലോറൻസ് സ്വർഗത്തിൽ പോകുവാനും യേശുവിനെ കാണാനും ആഗ്രഹിച്ചിരുന്നു. അത് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത വിഷയം. എങ്കിലും അദ്ദേഹത്തിന്റെ പെൺമക്കൾ പുതുതായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഫോൺ സംഭാഷണ വിവരങ്ങൾ പ്രകാരം അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്ന് ധരിക്കാം. ആഗ്രഹിച്ചിരുന്നു എന്ന് വന്നാൽ തന്നെ ക്രൈസ്തവ സമൂഹത്തിന് ഇത് ആലോചന വിഷയമാണോ? ഏതെങ്കിലും വിധത്തിൽ ഇപ്പോഴതിന് പ്രസക്തിയുണ്ടോ? ഇത് ആദ്യത്തെ സംഭവമല്ല. ക്രൈസ്തവരായ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പാർട്ടി വിടാതെ തന്നെ അന്ത്യകാലത്ത് ദൈവോന്മുഖരായി മാറിയിട്ടുണ്ട്. എന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മറ്റുള്ള നേതാക്കളോ അംഗീകരിക്കാത്ത കാര്യം. കാരണം അത് അംഗീകരിച്ചാൽ തങ്ങൾ കെട്ടി ഉയർത്തിയ ഏതോ കോട്ട തകരുമെന്നാണ് അവരുടെ ഭീതി. ഒപ്പം വിശ്വാസത്തിന് അതീതരെന്ന് ഭാവിക്കുന്ന തങ്ങളുടെ രാഷ്ട്രീയ അഹംബോധം പരസ്യമായി ക്ഷതപ്പെടുന്നു എന്ന വേവലാതിയും. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടിയും നേതാക്കളുമല്ലാത്ത ദൈവമാകാമെന്നത് തുറന്ന അനുവാദമായാൽ ചോദ്യം ചെയ്യാതെ പാർട്ടിയെയും നേതാക്കളെയും അനുസരിക്കുന്ന പതിവ് എത്ര കാലം നിലനിർത്താനാകും എന്നത് മറ്റൊരു പ്രധാന ചോദ്യം. ജീവിതാന്തത്തോടടുക്കുന്നവരുടെ ആത്മാക്കൾ ഈ നിയമത്തെ അതിലംഘിച്ച് സൃഷ്ടാവിന്റെ നിയമത്തെ തേടുന്നത് തടയാൻ പാർട്ടിക്ക് കഴിയില്ല. പകരം ആ സത്യം നിഷേധിക്കുകയോ മറച്ചു പിടിക്കുകയോ ആഗ്രഹ നിവൃത്തി തടയുകയോ ചെയ്യാൻ കഴിയും. മലയാളികൾ മറന്നു പോകാൻ മാത്രം പഴകിയിട്ടില്ല മലബാറിലെ ഒരു MLA കാര്യം. അദ്ദേഹം അന്ത്യകുദാശ ആഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്ന വെളിപ്പെടുത്തൽ വന്നപ്പോൾ പാർട്ടി നേതാവ് അത് നിഷേധിക്കുവാനും ആ നിഷേധം പാർട്ടി അണികളിൽ ഉറപ്പിക്കാനും വേണ്ടി അതിതീവ്രതയോടെ പ്രതികരിച്ചതും. എന്തുകൊണ്ടാണ് അത് കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അത്രമാത്രം പ്രകോപിപ്പിച്ചത്? അത് വ്യക്തിപരമായ കോപമല്ല. അന്ത്യകാലത്തെ വിശ്വാസം എന്ന സത്യം താൻ ഉൾപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ശിലകളെ ഒരു വിധത്തിലും ഇളക്കാതിരിക്കാനുള്ള പ്രതിരോധം. അതിനർത്ഥം അന്ത്യകാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിശ്വാസത്തിന്റെ വഴി സ്വീകരിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ പരാജയത്തിന് വിളംബരമാകുമെന്ന ഭീതിയുണ്ട് എന്നത് തന്നെ. അഥവാ യാഥാർത്ഥ്യം നാസ്തിക കമ്മ്യൂണിസം അല്ല, ദൈവാസ്തിത്വമാണെന്ന വിളംബരമായി അത് മാറുമെന്നത്. പക്ഷേ കൃത്രിമ ക്ഷോഭം കൊണ്ടൊന്നും പരേതനായൊരു നേതാവ് സൃഷ്ടാവിനെ തേടി എന്ന സത്യം ഇല്ലാതാകുന്നില്ല. ജീവിതകാലത്ത് പാർട്ടിയുടെ ഔദാര്യങ്ങളെല്ലാം സ്വീകരിച്ചവരുടെ ബന്ധുക്കൾക്ക് പാർട്ടിയെ തള്ളി പിതാവിന്റെ ദൈവദാഹത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ നിവൃത്തിയില്ല. അത് അവരുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ സത്യം വീണ്ടും മറച്ചു വെക്കപ്പെടും. അതവിടെ നിൽക്കട്ടെ. നമുക്കൊരു സാമാന്യവൽക്കരണത്തിലെത്താൻ എല്ലാ അവകാശവുമുണ്ട്. നാസ്തിക രാഷ്ട്രീയം നൽകുന്ന ലൗകിക പ്രതാപത്തിന് നടുവിലും ആ പ്രതാപം മങ്ങുമ്പോഴും വ്യക്തിയുടെ ഹൃദയത്തെ ദൈവോന്മുഖത സ്പർശിക്കാം എന്നതാണത്. പ്രതാപങ്ങളുടെ നടുവിൽ ആ സ്പർശനത്തെ അവഗണിക്കുന്നവരും ജീവിതാന്ത്യത്തെ സമീപിക്കുമ്പോൾ, അവരെ ജീവിതാന്ത ബോധം പിടികൂടുമ്പോൾ, അവരുടെ ഹൃദയം ലോക രാഷ്ട്രീയ വ്യഗ്രതകളിൽ നിന്ന് മെല്ലെ പിടിപിടിപ്പിച്ചു തുടങ്ങുമ്പോൾ ആത്മാവിന്റെ ഉടയവനെ തേടുന്നത് അപൂർവമല്ല. MM ലോറൻസിന്റെ കാര്യം കത്തോലിക്ക സഭയ്ക്ക് മറ്റൊരു വിധത്തിൽ പ്രസക്തമാണ്. കത്തോലിക്ക സഭയിലെ ശിശു ജ്ഞാനസ്നാനത്തെ എതിർക്കുകയും പ്രായപൂർത്തി വന്ന ശേഷം വിശ്വാസത്തോടെ അരൂപിയിൽ മുങ്ങിയാൽ മാത്രമേ ജ്ഞാനസ്നാനമാകൂ, രക്ഷാകരമാകൂ എന്ന വാദത്തിനും ധാരണയ്ക്കുമുള്ള മറുപടി. MM ലോറൻസ് ധ്യാന പ്രസംഗത്തിന് പോയിട്ടല്ല യേശുവിനെ അറിഞ്ഞത്. ശൈശവത്തിൽ ലഭിച്ച ജ്ഞാനസ്നാനത്തിലൂടെ ആത്മാവിലെത്തിയ യേശു തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചത്. അദ്ദേഹം ഉപേക്ഷയാൽ നിഷ്ക്രിയമാക്കിയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് യേശുവിനെ കാണണമെന്ന രക്ഷാകരമായ ആഗ്രഹം അദ്ദേഹത്തിൽ ജനിപ്പിച്ചത്. അതിൽ അദ്ദേഹത്തിന് എത്രമാത്രം
മുന്നേറാൻ സാധിച്ചു എന്ന് നമുക്കറിയില്ല. കത്തോലിക്ക സഭയിലെ ജ്ഞാനസ്നാനം സാധുവും രക്ഷാകരവുമാണെന്ന് മൗലികവാദികളെ ബോധ്യപ്പെടുത്താനല്ല ഈ ചിന്ത. അവരുടെ കുതർക്കങ്ങൾ ആരെയും ആശയക്കുഴപ്പത്തിലാക്കാതിരിക്കുക. വിശ്വാസ പ്രായത്തിന് മുമ്പേ ശൈശവത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ എല്ലാ വർഷവും നോമ്പറുതിയിൽ ജ്ഞാനസ്നാന വിശ്വാസം പുതുക്കി പ്രഖ്യാപിക്കാറുണ്ട് എന്നത് വിമർശകർക്ക് അറിയില്ലായിരിക്കാം. എം ലോറൻസ് അന്ത്യകാല കുദാശകൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നത് പരസ്യമാകാത്ത കാര്യങ്ങൾ. പക്ഷേ അദ്ദേഹം യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചെങ്കിൽ അത് ശൈശവ ജ്ഞാനസ്നാനത്തിൽ സ്വീകരിച്ച പരിശുദ്ധ ത്രിത്വം, ദൈവപിതാവും യേശുവും പരിശുദ്ധാത്മാവും വലിയ കരുണയാൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ പ്രത്യാശാജനകമായ സാക്ഷ്യമാണ്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.